ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 21-22 തീയതിയിൽ നടക്കുകയാണല്ലോ. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് നാനാഭാഗങ്ങളിൽ നിന്നും ആ സബ്മിറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സമ്മിറ്റിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ KSIDC ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഇൻവെസ്റ്റേഴ്സാണ്. ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ വളർന്നവരാണ്. ശ്രീ ബാലഗോപാൽ, VK മാത്യൂസ്, അജു ജേക്കബ്, അതുപോലെ തന്നെ മൈൻ രാജി, ശ്രീ CJ ജോർജ്. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ ഡയറക്ടേഴ്സ്. അവരെല്ലാ ആഴ്ചയാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മിറ്റിൻ്റെ റിവ്യൂ പ്ലാനിങ് ഒക്കെയായി. അതുപോലെ CI ഇത് കഴിഞ്ഞാൽ താഴെ അവരിയ്ക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ലാസ്റ്റ് മീറ്റിംഗ് അവരായിട്ട് കൂടാൻ പോകുന്നു. FICCI, SS, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ തുടങ്ങി എല്ലാവരും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ MLA-മാരും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ നാട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നാട് വ്യവസായ നിക്ഷേപത്തിന് ഏറ്റവും മികച്ച ഇടമാണ് എന്ന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരേപോലെ പറയേണ്ട ഒരു സന്ദർഭമാണത്. അതാണ് ഭാവി തലമുറയോടും നാടിനോടും ചെയ്യേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം. മറ്റു കാര്യങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോഴായിരിക്കും ഉചിതം. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിവാദമേ ഉണ്ടാകാൻ പാടില്ല. ശ്രീ ശശി തരൂർ പറഞ്ഞത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി അദ്ദേഹം പറഞ്ഞത് ഈ നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി അതുകൂടി വായിച്ചിട്ട് ഒരു 2 നിക്ഷേപകർ കൂടുതൽ വന്നെങ്കിൽ അതിനെ നമ്മളങ്ങ് സ്വാഗതം ചെയ്യലാണ് വേണ്ടത്. അല്ലാതെ അതങ്ങനെയല്ല എന്ന് സ്ഥാപിച്ച് 10 നിക്ഷേപകർ വരാതിരിക്കാനുള്ള ഒരു മനസ്സ് ആരുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെയല്ല കേരളം, ഇവരൊന്നും പറയുന്നതല്ല കേരളം. ഇവിടെ വ്യവസായ നിക്ഷേപം വേണ്ട എന്ന മട്ടിൽ ഒരു ചെറു ന്യൂനപക്ഷം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരും കേരള വിരുദ്ധരും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം വളരണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം, കൂടുതൽ സംരംഭങ്ങൾ വരണം, കൂടുതൽ വ്യവസായ നിക്ഷേപം വരേണ്ടതുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം, അതുപോലെ സ്മാർട്ട് സിറ്റി, നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, പുതിയ ഇൻഫോ പാർക്കുകൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി കൂടുതൽ നമുക്ക് തൊഴിലുണ്ടാകാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന കേരളീയരും സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് വാദിച്ച് വസ്തുതകളില്ലാതെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ. അതാണ് നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞത്. ബഹുമാന്യ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും, പ്രതിപക്ഷം സഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷമാകാൻ പാടില്ല, കേരള ജനതയുടെ പ്രതിപക്ഷമാകാൻ പാടില്ല. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ മേധാവ് നടത്തിയ പത്രസമ്മേളനവും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ഞങ്ങളോടുള്ള മറുപടിയല്ല പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടി അദ്ദേഹം ചിലപ്പോൾ വ്യക്തമാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളും ചോദിക്കുന്ന കേട്ടത് ഇന്ന മറുപടിയാണോ വല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ വന്നതാണ്. ആ തർക്കം കേരളത്തെ ബാധിക്കാൻ പാടില്ല. ആ തർക്കം കേരളത്തിൽ നിക്ഷേപം വരുന്നതിന് എതിരെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല. അപ്പോൾ പല തർക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടാകും. അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാന്നല്ലാതെ നാടിൻ്റെ ശത്രുക്കളെ പോലെ ഈ ഘട്ടത്തിൽ അവരവരുടെ വാദങ്ങൾ ഉറപ്പിക്കാനും മറ്റൊരാളുടെ വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുന്നത് നാടിൻ്റെ താല്പര്യത്തിന് പൊതുവെ വിരുദ്ധമായതാണ്. അപ്പോൾ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. കേരളം തെറ്റാണ് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അത് നമ്മുടെ ഭാവി തലമുറയ്ക്കും നാടിനും എതിരായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഞങ്ങളൊന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരെയും കുറിച്ചും ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുമെന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഇംഗ്ലീഷ് വായിച്ചെനിക്ക് അറിയാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകൾ പത്രസമ്മേളനം നടത്തി നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപത്തെ ആകർഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പാടില്ല. അതിലിപ്പോൾ
ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്, കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, GDP എങ്ങനെയാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ചോദ്യം, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ നേരെ GDP-യിൽ അത് പ്രതിഫലിക്കേണ്ടതില്ലേ? വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8%. 2022-ലും 2023-ലൊക്കെയാണ്. അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസിന്റെ സ്റ്റേറ്റ് വന്നു. അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു, മിനിമം 1 ലക്ഷം രൂപ. ഇപ്പോൾ കമ്മതി കണക്ക് വേണ്ട, 30,000 കമ്മതി വേണ്ട, കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ബ്യൂറോ ഓഫ് എന്റർപ്രൈസസ്. അതിൽ ഞാൻ പറയാം, ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. 22,122.92 കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഒരാളത്തേക്ക് പുറകെ വരാം. അപ്പം അതിൽ ഒന്ന്, അദ്ദേഹം തിരക്കിൽ ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിക്ഷേപം നേരെ GDP-യിലേക്ക് വരില്ല. വാട്ട് ഇസ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു 10 കോടി നിക്ഷേപം വന്നാൽ നേരെ 10 കോടി GDP പ്രതിഫലിക്കുമോ? അത് എവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം? അതിൻ്റെ പല ഘടകങ്ങളും വെച്ചിട്ട് ഒരു ഭാഗം GDP-യിലേക്ക് വരും. ചിലപ്പോൾ GDP-യിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറേ കാലം എടുക്കും. അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത്. ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും? കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും, ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ 9.2% സ്ഥലമുണ്ട്. അവർ 9.7% GDP സംഭാവന ചെയ്യുന്നു. കർണാടക 4.9% സ്ഥലമുണ്ട്. അവർ 8.2% GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് 3.9% സ്ഥലമുണ്ട്. അവർ 8.9% GDP സംഭാവന ചെയ്യുന്നു. കേരളം 1.18% സ്ഥലമുണ്ട്. നമ്മൾ 3.8%. അതായത് കേരളത്തെ സ്നേഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ്? അപ്പോൾ ആന്ധ്ര അവരുടെ സ്ഥലത്തിൻ്റെ 1.04 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കർണാടക അവരുടെ സ്ഥലത്തിൻ്റെ 1.65 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് അവരുടെ സ്ഥലത്തിൻ്റെ 2.28 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കേരളം അവരുടെ സ്ഥലത്തിൻ്റെ 3.22 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും. സാർ, ഇതിന് പോപ്പുലേഷൻ വെച്ചുകൊടുക്കാം. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് തന്നെ തെറ്റാണ്. നേരെ GDP-യിൽ വരില്ല എന്ന് ചോദിച്ചാൽ, അതിപ്പോൾ എനിക്കോട് തിരക്ക് മൂലത്തൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്ന കാര്യമാണ്. നേരെ നിക്ഷേപം GDP-യിലേക്ക് വരില്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടിക്കടയാണ്.